ക്രിമിനൽ പശ്ചാത്തലമുള്ള എത്ര പോലീസുകാരെയാണ് ഈ പിണറായി ഗവൺമെന്റ് പിരിച്ചുവിട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? അല്ല, ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാർ എങ്ങനെയാണ് സേനയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത്? അത് പിണറായി വെച്ചതല്ലോ. അവരെ PSC ടെസ്റ്റ് എഴുതി PSC ടെസ്റ്റ് എഴുതി പോലീസിൽ വന്ന കഥയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ല ഓർമ്മയുണ്ടായിരിക്കും. പോലീസിന്റെ PSC ടെസ്റ്റ് എഴുതിയ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലെ? എങ്ങനെയാണ് സഖാക്കന്മാർ PSC ടെസ്റ്റ് എഴുതുന്നതും പോലീസ് സേനയിൽ വന്നതെന്നൊക്കെ അതെങ്ങനെ പിന്നീട് ചർച്ചയാവുക? ഇവിടെ ഈ ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്യാൻ സമാന്തര സംവിധാനം ഉണ്ടായിട്ട് പോലീസ് സേന നന്നാക്കി കളയാമെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാധു, ഈ 9 വർഷത്തിനിടയിൽ ആഭ്യന്തരത്തിനെ മോശപ്പെടുത്തി സംസാരിക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. പോലീസുകാരുടെ മേൽ ആരോപണം ഉണ്ടാവുകയും പോലീസുകാർക്ക് മേൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ അല്ലാതെ പിന്നെ ആരെയാണ് കുറ്റം പറയേണ്ടത്? അവിടെയാണ് മാധു, ഈ 9 വർഷത്തിനിടയിൽ എത്ര ലോക്കപ്പ് മർദ്ദനം വളരെ കുറച്ച് അതിന്റെ കഥ നിയമസഭയിൽ പറഞ്ഞ കഥയാണ്, അക്കമാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയിൽ പറഞ്ഞ എണ്ണമാണ്, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അത് കുറവാണ് എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണ്. കാരണം ഒരെണ്ണം ഉണ്ടായിക്കൂടാ. ഞാനൊരു കാര്യം, UDF രമേശ് ചെന്നിത്തല ഇപ്പൊ UDF ആണോ ഭരിക്കുന്നത്? ഈ പോലീസിനെ ഒറ്റയടിക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. SP അത് വലിയ കോമഡിയാണ്. ഇപ്പൊ ഈ പോലീസ്, പഴയ പോലീസ്, ഇടിയാൻ കുട്ടംപിള്ള പോലീസിന്റെ കാലം കഴിഞ്ഞില്ലേ? ഇന്നിപ്പോ പോലീസ് മാന്യമായിട്ടാണ് പരാതിക്കാരോട് സംസാരിക്കുന്നത്. ഈ 4 ഇടിയും കുട്ടംപിള്ളമാരെയാണ് കേരള പോലീസ്. ഈ 4 ഇടിയും കുട്ടംപിള്ള പോലീസുമാരെയാണ് ഇപ്പോൾ കേരള പോലീസ് പോറ്റുന്നത്. എന്നിട്ട് ഇരുന്ന് പറഞ്ഞുകൊണ്ട് കാലം കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് കുറച്ച് ലജ്ജ വേണ്ടേ? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധി വിവേകമുള്ള പോലീസ് നമ്മളെ കേരള പോലീസാണെന്ന് എല്ലാവരും സമ്മതിച്ചതാണ്. ലോകത്തുള്ള എല്ലാ പോലീസ് സംവിധാനത്തിലെയും ബുദ്ധി പരീക്ഷയൊന്നും ഇവിടെ നടത്തിയിട്ടില്ല. ഇവിടെ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അതിൽ കൃത്യമായ നടപടി വേണമെന്ന് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് പോലീസ് സംവിധാനം. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ആരോഗ്യവും കവർന്നെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് പൗരന്മാരുടെ ആവശ്യമാണ്.